നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പാണനാരുടെ കഥ പറയുകയാണ്. പാണനാർ തിരുവരങ്കത്തെ പാണനാർ തേവര ക്ഷേത്രങ്ങളിലെ തേവരെ ഉണർത്തുപാട്ട് പാടി ഉണർത്തുന്നു, ഉറക്കുപാട്ട് പാടി ഉറക്കുന്നു. ഇതാണ് പാണനാരുടെ കുലത്തൊഴിൽ. അദ്ദേഹം ക്ഷേത്ര ജീവനക്കാരൻ തന്നെ. അങ്ങനെ പാണനാരെ പരിഹസിക്കുന്ന മറ്റ് ജീവനക്കാരൊക്കെ കൂടി പരിഹസിക്കുന്നതിനൊരു പരിഹാരമായി അദ്ദേഹത്തിൻ്റെ ശാന്തിക്കാരനങ്ങോട്ട് ഒരു നുണ പറഞ്ഞുണ്ടാക്കി. പാണനാരുടെ പാട്ട് കേട്ട് തേവര നൃത്തം ചവിട്ട് താണ്ഡവമാടണു എന്ന്. ഇതിങ്ങനെ കർണാകർണികയാ എന്ന് വെച്ചാൽ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് മാറി മാറിപ്പോയി. പാണനാർ 2 ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ പരിഹസിക്കാൻ തന്നെ കൂടിയേക്ക ആൾക്കാർ. പാണനാർ പാടുമ്പോൾ തേവരുടെ താണ്ഡവം കാണാൻ വന്നേക്കണതാണ് ഞങ്ങൾ. ശിവതാണ്ഡവം ദേവക്ഷേത്രമാണേ. അപ്പം ശിവതാണ്ഡവം ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. പാണനാർക്ക് മനസ്സിലായി. എല്ലാവരും കൂടി ഈ ഭക്തജനങ്ങളെയൊക്കെ നുണ പറഞ്ഞ ശാന്തിക്കാരനാണ് അതിൻ്റെ ആൾ, തന്നെ പരിഹസിക്കാനാണ് ഇവിടെ കൂടിയിരിക്കണേന്ന്. അദ്ദേഹം ഒട്ടും പഠിച്ചില്ല. ശരിയാണ് കേട്ടോ, പാണനാരുടെ ഈ പാവം പിടിച്ച ഞാനാണ് ഞാൻ പാണനാർ പാടണ കേട്ട് തേവർ താണ്ഡവം ആടിയിട്ടുണ്ടെങ്കിൽ അത് ശാന്തി കേട്ടു എന്നല്ലേ പറയണേ, ശാന്തികാരൻ കേട്ടു എന്നല്ലേ പറയണേ. അത് ശരിയാണെങ്കിൽ ഇന്നത്തെ പാട്ട് കേട്ട് അദ്ദേഹം നൃത്തം ചെയ്യും. ശാന്തികാരൻ എന്നും പറഞ്ഞു. അങ്ങനെ സംഭവിച്ച കഥയാണ് നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടതിട്ട. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയൊക്കെ ഇതുവഴി അങ്ങോട്ട് പ്രശംസിച്ചു ലോകം മുഴുവൻ എത്തി. ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരെല്ലാം അറിഞ്ഞു. ഈ തിരുവരങ്ങത്തെ പാണനാരെ അദ്ദേഹത്തിൻ്റെ ഉണർത്തുപാട്ട് കേൾക്കാനും ഉറക്കുപാട്ട് കേൾക്കാനും ധാരാളം പേര് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരാൻ തുടങ്ങി. പേരും പ്രശസ്തിയും കേട്ട പാണനാരെ അടുത്ത് തന്നെയുള്ളൊരു ദേശമാണ് ഒരു പാണനാരെ നേരിലൊന്ന് കാണണം. എല്ലാ ദേശങ്ങളിലുള്ള പല പല മഹാന്മാരും കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. എല്ലാ ദിക്കിലും അദ്ദേഹത്തിൻ്റെ ആ പേര് പ്രസിദ്ധി അങ്ങോട്ട് കേട്ടു. അപ്പോഴാണ് അടുത്തുള്ള ദേശത്തെ അങ്ങനെ ഇരിക്കുക ആദിത്യമംഗലം എന്ന് പറയുന്നൊരു ദേശമുണ്ട് അവിടെ അടുത്ത്. ആദിത്യമംഗലം ദേശത്ത് വലിയ ധനവാനായ ഒരു ഇല്ലത്തെ നമ്പൂതിരിയാണ് ജാതവേദൻ നമ്പൂതിരിപ്പാട്. ഈ ജാതവേദൻ നമ്പൂതിരിപ്പാട് ഇല്ലം വക സമ്പത്ത് എവിടേക്കാ ദേശത്ത് മലകളൊക്കെ ഒരുപാടുണ്ട്, കൃഷിസ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ആന തന്നെ 12 അമനപ്പറമ്പിൽ കെട്ടിയിട്ടേക്കണേ. ആന തന്നെ ഉണ്ട് 10-12. 12,000 നെല്ല് പാട്ടം കയറുന്ന വലിയൊരു ഇല്ലമാണ് ആദിത്യമംഗലം ദേശത്തെ മേപ്പാട്ടില്ല. ഈ മേപ്പാട്ടെ ജാതവേദൻ തിരുമേനി യുവാവായപ്പോൾ സ്വത്തും വകകളും കാര്യങ്ങളും അദ്ദേഹത്തിന് നല്ല സൗന്ദര്യം ആരോഗ്യമൊക്കെ ഉണ്ട്. 1ാമത് വേളി കഴിച്ചു. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം 5-6 കഴിഞ്ഞു. പക്ഷേ വേളി പ്രസവിച്ചില്ല. 2ാമത് ഒന്നുകൂടെ ആലോചിച്ച് ജാതകമൊക്കെ നോക്കി യഥാവിധി ഇത്തിരി പാവപ്പെട്ട ഇല്ലത്തെ കുട്ടിയാണ്, എന്നാലും അദ്ദേഹം വേളി കഴിച്ചു. ഒരു വിഷമം ഉണ്ടായില്ല, എത്ര സമ്പത്തുള്ള ആളല്ലേ. വേളി കഴിച്ചു. ആ വേളിയും ഇല്ലത്ത് വന്നു. 2 വേളിമാരും സുഖമായിട്ട് തിരുമേനി ഒരുമിച്ച് തന്നെ ജീവിക്കണു. കൊല്ലങ്ങൾ 5-6 കഴിഞ്ഞു. വേളി പ്രസവിച്ചില്ല. 3ാമതും വേളി കഴിച്ചു. ഇങ്ങനെ 3 വേളിമാരും സൗന്ദര്യത്തിലും സൗശീല്യത്തിലും മികച്ച് നിൽക്കുന്നവർ. ഇല്ലത്ത് വളരെ സമൃദ്ധി, ഇഷ്ടംപോലെ ദാനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം. തനിക്ക് ഉണ്ണികളൊന്നും ആയില്ലല്ലോ, അതിനു വേണ്ടി ധാരാളം വഴിപാടുകളൊക്കെ നടത്തുകയും തീർത്ഥാടനത്തിന് പോവുകയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഭജന ഇരിക്കുകയൊക്കെ ഉണ്ട്. വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. പല പല ജ്യോതിഷന്മാരെ കാണുന്നുണ്ട്, ഇവർ പറയണതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഉണ്ണികളായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് തിരുവരങ്ങത്തെ പാണനാരുടെ പ്രശസ്തി പൂകൾ എവിടെ എല്ലായിടത്തും. ആദിത്യമംഗലം ദേശത്തും മേപ്പാട്ടിയിലത്തെ തിരുമേനിയോട് ആരോ വന്നു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരുപാടായില്ലേ ചികിത്സയും ജ്യോതിഷവും ഒക്കെ ആയി നോക്കണേ. ആ തിരുവരങ്ങത്തെ പാണനാരെ
ഒന്ന് വരുത്തി എന്താ വേണ്ടതെന്ന് ചോദിക്കും. അത് ശരിയാ, അങ്ങനെ ആവാം, അദ്ദേഹം സിദ്ധിയൊക്കെ ഉള്ള ആളാണല്ലോ എന്ന് കരുതി. തിരുവരങ്ങത്തെ പാണനാർ 20 കണ്ടിട്ടില്ല. അദ്ദേഹം തൻ്റെ കാര്യസ്ഥനെ വിളിച്ചൊരു കുറിപ്പ് എഴുതി കൊടുത്തേച്ചു. തിരുവരങ്ങത്തെ പാണനാർക്ക് ഒന്ന് നേരി കാണാൻ താല്പര്യമുണ്ട്, ഇല്ലത്തേക്ക് ഒന്ന് വരാൻ എങ്ങനെ പറ്റും എന്ന്. അപ്പോൾ തോന്നിയത് ഇതിനെ വേണ്ട, കുറിപ്പ് കൊടുത്തയക്കണതല്ല ശരി, ഞാൻ തന്നെ അങ്ങോട്ട് പോയി കളയാം. അദ്ദേഹം ചെന്നു. പാണനാരെ നേരിട്ട് കണ്ടു. അങ്ങൊന്ന് ഇല്ലത്തേക്ക് വരണം, എനിക്കൊരു സങ്കടത്തിന് ഒരു കാര്യത്തെപ്പറ്റി വർത്തമാനം. അതിനെന്താ, ഞാൻ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ തീർച്ചയായിട്ടും ഇല്ലത്ത് വരാമെന്ന് പാണനാർ പറഞ്ഞു. പിറ്റേ ദിവസം പാണനാർ ഈ പറഞ്ഞതുപോലെ നേരെ ഇല്ലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് പഠിപ്പുര. അപ്പോൾ പാണനാർ ജാതി താഴ്ന്നവനാണെന്നല്ലേ വെപ്പ്. സമൂഹം വന്ന് അങ്ങനെയാണല്ലോ കരുതുന്നത്. പഠിപ്പുരയിലിരുന്നു. ആ വിവരം ഒരു കാര്യസ്ഥനോട് പറഞ്ഞു. തിരുവരങ്ങത്തെ പാണനാർ വന്നിട്ടുണ്ടെന്ന് പറയൂ തിരുമേനിയോട്. അദ്ദേഹം ചെന്ന് തിരുമേനിയോട് പറഞ്ഞു. കേട്ട വഴിക്ക് തിരുമേനി വേഗം ജാതവേദം തിരുമേനി മേപ്പാട്ടില്ലത്തെ വലിയ തിരുമേനിയാണ്. തിരുമേനി ഓടിച്ചെന്നു, വേഗം പഠിപ്പുര ചെന്നു. ഹേ പാണനാരെ, എന്താ ഇവിടെ തന്നെ നിന്നുപോയേ, അങ്ങ് വരൂ അകത്തേക്ക് വരൂ, ഇല്ലത്തേക്ക് വരൂ എന്ന് പറഞ്ഞില്ല. അല്ല, ഞാനിവിടെ നിന്നാൽ പോരെ, ഞാൻ അതിലൊക്കെ ഒരു താഴേക്കടയിലാണല്ലോ. എന്താ ഈ പറയണേ, അങ്ങ് പഠിപ്പുരയിൽ വന്ന് നിൽക്കേ. പറ്റില്ല, എത്ര വലിയ തന്ത്രിയാണ് അഗ്നിഹോത്രി, യാഗം ചെയ്തിട്ടുള്ള ആ മഹാബ്രാഹ്മണ പണ്ഡിതനായ അഗ്നിഹോത്രിയുടെ അനുജനല്ലേ അങ്ങ് വരൂ, ഇല്ലത്തേക്ക് വരൂ, എൻ്റെ ഇല്ലത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാണനാർക്ക് തോന്നി, കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാ, എൻ്റെ ജ്യേഷ്ഠൻ അഗ്നിഹോത്രി ഒരുപാട് ക്ഷേത്രങ്ങളുടെ തന്ത്രമുള്ള ആളാണ്, ഒരുപാട് പണ്ഡിതനായ മഹാബ്രാഹ്മണനുമാണ്, ശരിയാണ്. പക്ഷേ എനിക്ക് ആവക അറിവും സിദ്ധിയും കഴിവും ഒന്നുമില്ലേ. ചേട്ടൻ്റെ മുൻപിൽ ഞാൻ ആരാ, നിസ്സാരക്കാരനല്ലേ എന്ന് പറഞ്ഞു. ഒന്നുമല്ല, ആ മഹാബ്രാഹ്മണൻ്റെ അനുജൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ആദരിക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേപ്പാട് ഇല്ലത്തെ തിരുമേനി, ജാതവേദം തിരുമേനി പാണനാരെ നിർബന്ധമായിട്ട് ക്ഷണിച്ച് വരുത്തി തൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ വളരെ ഭവ്യതയോടെ അന്തർജനങ്ങളോടുകൂടി ചെന്ന് സ്വീകരിക്കുകയും ആരതി ഒഴുകിയിരിക്കുകയും വിശിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ഉണ്ടായി. ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു സരസ സംഭാഷണം, കുറച്ച് നേരം സരസ സംഭാഷണം. അല്ല തിരുമനസ്സേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ, എന്നോട് ഇവിടെ വരണം എന്തോ പറയാനെന്നാണല്ലോ പറഞ്ഞത്. എന്താ ഇപ്പോൾ ഉപചാരങ്ങളൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അങ്ങ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയൂ. എനിക്ക് ഉറക്കപ്പാട്ടാവുമ്പോഴത്തേക്ക് അവിടെ എത്തുകയും വേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഈ പാണനാരുടെ മേപ്പാട്ടില്ലത്തെ തിരുമേനിയുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ കഥ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ 1ാം ഭാഗമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അടുത്ത് തന്നെ 1ാം ഭാഗം 2ാം ഭാഗം പറയുകയും ചെയ്യും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.